ഹലോ ഫ്രണ്ട്സ്, സിവിൽ.comൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ wall constructed for protecting the natural ground at its back is known as. Option A, retaining wall. Option B, breast wall. Option C, buttress wall. Option D, compound wall. നാച്ചുറൽ ആയിട്ടുള്ള സ്ലോപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രക്ഷനെയാണ് ബ്രസ്റ്റ് വാൾ എന്ന് പറയുന്നത്. അതേസമയം ഒരു എർത്ത് ഫില്ലിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രക്ഷനെയാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് ബ്രസ്റ്റ് വാളാണ്. ഒരു സ്ലോപ്പ് സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു വാൾ കെട്ടിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് വാൾ എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നത് റീറ്റെയിനിങ് വാളാണ്. ഒരു എർത്ത് ഫില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അത്തരം സ്ട്രക്ചറുകളെയാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. Second question, the period between first watering to last watering before harvesting. Option A, base period. Option B, delta. Option C, duty. Option D, crop period. ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വാട്ടർ ചെയ്യുന്നത് മുതൽ ആ ചെടി മുറിച്ച് മാറ്റുന്നതിന് മുന്നേ നനയ്ക്കുന്നത് വരെ ആ ഒരു നനവിൻ്റെ പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പിൻ്റെ പീരീഡാണ്. ഒരു ക്രോപ്പ് എത്ര കാലം ഉണ്ടോ അതിന്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പിന് അതിന് എൻറ്റയർ ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്യുമക്ക് വെള്ളം കൊണ്ട് നമുക്ക് എത്ര ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ കഴിയും, അതാണ് ഡ്യൂട്ടി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഡെൽറ്റ, ഡ്യൂട്ടി, ബേസ് പീരീഡ് ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സാധാരണ ഒരുവിധം എക്സാംസിനൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 P/D. തേർഡ് ക്വസ്റ്റ്യൻ, ദി പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ്സ് ഇൻ വാട്ടർ കോസ്. ഓപ്ഷൻ എ, സോഫ്റ്റനിങ്. ഓപ്ഷൻ ബി, ബാഡ് ടേസ്റ്റ്. ഓപ്ഷൻ സി, ഹാർഡ്നെസ്. ഓപ്ഷൻ ഡി, ടർബിഡിറ്റി. വെള്ളത്തിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പ്രസൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ് മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സോ കാർബണേറ്റ്സോ പ്രസൻസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ ഉള്ളത് മൂലം വരുന്ന ഹാർഡ്നെസ്സിനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ബോയിലിംഗ് വഴിയായിട്ടോ അല്ലെങ്കിൽ ലൈം ആഡ് ചെയ്തിട്ടോ ഒക്കെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത് ലൈം സോഡ പ്രോസസ്സ് അല്ലെങ്കിൽ സിയോലൈറ്റ് പ്രോസസ്സ്, റിവേഴ്സ് ഓസ്മോസിസ്, ഇങ്ങനെ കുറച്ച് പ്രോസസ്സ് വഴിയായിട്ടാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് where canal is passed over drainages. Option A, super passage. Option B, aqueduct. Option C, siphon. Option D, level crossing. അപ്പോൾ ഇതിൻ്റെ ആൻസർ അക്യുഡക്റ്റ് ആണ്. അതായത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒന്നിൻ്റെ പൊസിഷൻ ആലോചിച്ച് വയ്ക്കാം. ഒന്നുകിൽ കനാലിൻ്റെ പൊസിഷൻ ആലോചിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ പൊസിഷൻ ആലോചിച്ച് വയ്ക്കുക. ഞാനിപ്പം കനാലിൻ്റെ പൊസിഷനാണ് ആലോചിച്ച് വയ്ക്കുന്നത്. കനാൽ മുകളിൽ അല്ലെങ്കിൽ കനാൽ താഴെ. ആൽഫബറ്റ്സ് എ അല്ല ആദ്യം വരിക. അക്യുഡക്റ്റും സൂപ്പർ പാസേജിലും എ ആണ് ആദ്യം വരിക. എസ് ആണ് ദെൻ എ കഴിഞ്ഞിട്ടാണ് എസ് വരിക. അതേപോലെ കനാൽ മുകളിലാണെങ്കിൽ എ വരും, അക്യുഡക്റ്റ് വരും. കനാൽ താഴെയാണെങ്കിൽ സൂപ്പർ പാസേജ് വരും. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടി സെയിം ലെവലിലാണ് ഉള്ളതെങ്കിൽ അതിനെ ലെവൽ ക്രോസിംഗ് എന്ന് പറയും. ലെവൽ ക്രോസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡ്രൈ റെഫ്യൂസ് വിച്ച് ഇൻക്ലൂഡ് ഡീകേ ഫ്രൂട്ട്സ്, പേപ്പർ, ഗ്രാസ്, എക്സെട്ര. ഓപ്ഷൻ എ, സീവേജ്. ഓപ്ഷൻ ബി, ഗാർബേജ്. ഓപ്ഷൻ സി, സ്ലഡ്ജ്.
ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഡീക്കേഡ് ഫ്രൂട്ട്സ്, പേപ്പർ, ഗ്രാസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു വേസ്റ്റിന് നമ്മൾ എന്താണ് പറയുക? അതിനെ നമ്മൾ ഗാർബേജ് എന്നാണ് പറയുക. ഗാർബേജ് എന്ന് പറഞ്ഞാൽ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റ്സിലുള്ള വേസ്റ്റാണ്. ബിൽഡിങ്ങിൽ നിന്നൊക്കെ വരുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പം സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റേഴ്സിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അബ്രിവിയേറ്റഡ് ഫോം ഓഫ് കോംപ്ലെക്സ് കോമ്പൗണ്ട് ഓഫ് സിമെൻറ്റ് C3S, C2S, C3A and C4AF also called? Option A aspirin compounds, option B Bogue compounds, option C Vickett's compound, option D none of the above. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റ്, ഈ 4 കോമ്പൗണ്ട്സിനെ പറയുന്ന പേര്. അതിന് 4 കോമ്പൗണ്ട്സിനെ നമ്മൾ പൊതുവെ ബോഗ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ബോക്സ് കോമ്പൗണ്ട് എന്നാണ് പറയുക. സിമെൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. തമ്മിലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്നത് C3Aയും C4AFുമാണ്. C3A എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. 24 മണിക്കൂറിനകം ഫോമേഷൻ നടക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഒരു 28 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 7th ക്വസ്റ്റ്യൻ, when the cutting plane is inclined to the axis of the right circular cone and parallel to one of its generator, the section obtained is? Option A ellipse, option B parabola, option C hyperbola, option D circle. ഒരു കോണിനെ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാം. പെർപെൻഡിക്കുലർ ആയിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ ഒക്കെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് നമുക്കൊരു കോണിനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോർഷൻസിനെ, കേർവ്ഡ് പോർഷൻസിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കട്ടിംഗ് പ്ലെയിന് കോണിൻ്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്, അതേപോലെ തന്നെ ഒരു ജനറേറ്ററിന് പാരലൽ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ കോണിക് സെക്ഷൻസിനെ നമ്മൾ പറയുന്നത് പരാബോള എന്നാണ്. ഞാനിതിൽ കുറച്ച് പിക്ചർ കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമുക്ക് സർക്കിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? കട്ട് ചെയ്യുന്ന കോണിന് കട്ടിംഗ് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് വരും, അതേപോലെ തന്നെ എല്ലാ ജനറേറ്ററിലും കൂടിയും പാസ് ചെയ്ത് പോകുമ്പോഴാണ് സർക്കിൾ കിട്ടുന്നത്. കട്ടിംഗ് പ്ലെയിൻ കോണിൻ്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അതേപോലെ തന്നെ കട്ടിംഗ് പ്ലെയിൻ എല്ലാ ജനറേറ്ററിലും കൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഷേപ്പ് അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ഒരു കോണിൻ്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയും ജനറേറ്ററിന് പാരലൽ ആയിട്ടും കട്ടിംഗ് പ്ലെയിൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പരാബോള ആയിരിക്കും. ഒരു കോണിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് ഹൈപ്പർബോള ആയിരിക്കും. 9th question, the window usually provided near the top of the main roof and are made to open in the adjoining veranda or lean to roof for proper ventilation is? Option A clerestory window, option B dormer window, option C bay window, option D casement window. ബിൽഡിങ്ങിൻ്റെ മെയിൻ റൂഫിന് തൊട്ട് താഴെയായിട്ട് അഡ്ജസൻ്റായി ലീൻ റൂഫായിട്ട് നിൽക്കുന്ന ഒരു വരാന്തയിലേക്ക് ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ കൊടുക്കുന്ന വിൻഡോസിന് പറയുന്ന പേരെന്താണെന്നാണ്. അപ്പം ഇത് പറയുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതിൽ സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നതാണ് ക്ലറസ്റ്ററി വിൻഡോ എന്ന് പറയുന്നത്. അതായത് ഒരു റൂമുണ്ട്, അതിന് അഡ്ജസൻ്റായിട്ട് വേറൊരു റൂമുണ്ട്. അപ്പം
തൊട്ട് പിന്നിലുള്ള റൂമിന് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫിന് തൊട്ട് താഴെയായിട്ട് കൊടുക്കുന്ന വിൻഡോസിനെയാണ് ക്ലറസ്റ്ററി വിൻഡോ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് ഡോർമർ വിൻഡോയാണ്. അതായത് ഒരു സ്ലോപ്പിംഗ് റൂഫിൽ വെർട്ടിക്കലായിട്ട് കുത്തനെ കൊടുക്കുന്ന വിൻഡോസിനെയാണ് ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന വിൻഡോസിനെയാണ് ബേ വിൻഡോ എന്ന് പറയുന്നത്. കേസ്മെൻറ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സാധാരണ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന വിൻഡോസിനെയാണ് കേസ്മെൻറ്റ് വിൻഡോ എന്ന് പറയുന്നത്. 10th question. The liquid substance which hold the ingredients of paint in liquid suspension and help them to spread. Option A base, option B solvent, option C dryer, option D vehicle. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വെഹിക്കിൾ ആണ്. ഒരു പെയിൻറ്റിൽ മെയിനായിട്ടും 5 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ബേസ്, വെഹിക്കിള്, ഡ്രയർ, കളറിംഗ് പിഗ്മെൻറ്റ്, സോൾവെൻറ്റ്. അതിൽ ബേസ് എന്ന് പറയുന്നതാണ് പെയിൻറ്റിൻ്റെ ബൾക്ക് എന്ന് പറയുന്നത്. ബേസ് ഈസ് ദ ബൾക്ക് ഓഫ് പെയിൻ്റ് ആണ്. ഒരു പൗഡർ ഫോമിലൊക്കെയാണ് ബേസ് ഉണ്ടാവുക. ഒരു പെയിൻറ്റിൻ്റെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സർഫസിൻ്റെ ഡ്യൂറബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതും ബേസ് ആണ്. ബേസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അതൊക്കെ ബേസിന് എക്സാമ്പിളാണ്. വൈറ്റ് ലെഡ് പൊതുവെ വുഡ് സർഫസൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റെഡ് ലെഡ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിലെ ലിക്വിഡ് പാർട്ടാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. വെഹിക്കിളിൻ്റെ മറ്റൊരു പേരാണ് ക്യാരിയർ, ബൈൻഡർ എന്നൊക്കെ പറയുന്നത്. വെഹിക്കിൾ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിളിനെയും ഒരു ലിക്വിഡ് സസ്പെൻഷനിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു ഇതാണ് വെഹിക്കിൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനും സഹായിക്കും. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ലിൻസീഡ് ഓയിലാണ്. ഡ്രയർ എന്ന് പറഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്, പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഡ്രയർ എന്ന് പറയുന്നത്. ലിത്താർജും റെഡ് ലെഡും ഒക്കെ ഡ്രയറിന് എക്സാമ്പിളാണ്. കളറിംഗ് പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിന് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് കളറിംഗ് പിഗ്മെൻറ്റ്സ് ആണ്. പിഗ്മെൻറ്റ്സിനെ പറ്റിയിട്ട് പൊതുവെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ PVCN റേഞ്ച് ചോദിക്കാറുണ്ട്. PVCN എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പറാണ്. അപ്പം അതെങ്ങനെയാണ് കാണാമെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ വേറൊരു പേരാണ് തിന്നർ. പെയിൻറ്റിനെ തിന്നാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ആ തിക്നെസ്സൊക്കെ ഒന്ന് കുറച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഈസിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിന്നർ ആഡ് ചെയ്യുന്നത്. ഡിസ്റ്റംബറിൽ യൂസ് ചെയ്യുന്ന തിന്നർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിസ്റ്റംബറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. അതേപോലെ തന്നെ ഓയിൽ പെയിൻറ്റിൽ ടർപ്പൻറ്റൈനാണ് യൂസ് ചെയ്യുന്നത്.